വായ്നാറ്റം മൂലം പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് നമുക്കിടയിൽ. പലപ്പോഴും വായയുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വായ്നാറ്റം ഉണ്ടാകുക, മറിച്ച് ഡ്രൈ മൗത്ത് അഥവാ ഉമിനീർ കുറവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും നിരവധി പേർക്ക് വായ്നാറ്റത്തിൻ്റെ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ചിലർക്ക് ചില മരുന്നുകളുടെ ഉപയോഗമാകാം പ്രശ്നമായി വരുന്നത്. ചില ഭക്ഷണങ്ങളും വായ്നാറ്റമുണ്ടാക്കാം. ഇതിനു പുറമെ മോണരോഗം, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വായ്നാറ്റത്തിന് കാരണമാകാറുണ്ട്. ദഹന പ്രശ്നങ്ങളും വായ്നാറ്റമുണ്ടാക്കാം. ഇത് വയറ്റിനകത്ത് നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധമാണ്. ഇത്തരം കാരണങ്ങൾക്കൊന്നും ബ്രഷിങ്ങോ ഫ്ലോസിങ്ങോ പരിഹാരമല്ലല്ലോ, മറിച്ച് കാരണം കണ്ടെത്തി അതിന് പ്രത്യേകമായി തന്നെയുള്ള പരിഹാരമാണ് തേടേണ്ടത്. നല്ലതുപോലെ ദിവസം മുഴുവൻ വെള്ളം കുടിക്കുക, ആരോഗ്യകരമായ ഭക്ഷണശീലം, പുകവലി പോലുള്ള ലഹരി ഉപയോഗം ഒഴിവാക്കൽ, ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക മുതലായ കാര്യങ്ങളെല്ലാം വായ്നാറ്റം ഒഴിവാക്കുന്നതിനായി ശീലമാക്കാവുന്നതാണ്. ഇതിനു പുറമെ ബ്രഷിംഗ്, ഫ്ലോസിംഗ് അഥവാ പല്ലുകൾക്ക് ഇടയിലുള്ള ഭാഗം വൃത്തിയാക്കൽ, നാവ് വടിക്കൽ എല്ലാ ദിവസവും നിർബന്ധമായും ചെയ്യണം. എന്നാൽ ഈ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും വായ്നാറ്റത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നില്ലെങ്കിൽ അടിയന്തരമായി ഒരു ദന്തിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്.